നമസ്കാരം ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് അൺഎഡിറ്റഡ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റിലേഷൻഷിപ്സിനെ കുറിച്ചാണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള രണ്ട് മനഃശാസ്ത്രജ്ഞരുണ്ട്. അവർ കപ്പിളാണ്, ജോൺ എം ഗോട്ട്മാൻ അതുപോലെ ജൂലി ഗോട്ട്മാൻ. ഇവർ രണ്ടുപേരും മാരേജസിനെ കുറിച്ച്, എങ്ങനെയാണ് ഒരു മാരേജ് ഫങ്ഷൻ ചെയ്യുന്നത്, അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ത്രൈവ് ചെയ്യണമെങ്കിൽ അതിനകത്ത് വേണ്ട എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വർഷങ്ങൾ നീണ്ട വളരെ എഫേർട്ട് എടുത്തിട്ടുള്ള റിസർച്ചസ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അവർ എത്തിയിട്ടുള്ള കുറേ കൺക്ലൂഷൻസ് ആണ് പലപ്പോഴും മാരേജിൽ കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകൾ, അതുപോലെ ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ ഒക്കെ അദ്ദേഹത്തിൻ്റെ മെത്തേഡ്സാണ് പലപ്പോഴും റിലേഷൻഷിപ്പ് കൗൺസിലിങ്ങിൽ ഉപയോഗിക്കാറുള്ളത്. ഇപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളിൽ നിന്ന് അവരെത്തിയിട്ടുള്ള ചില പോയിൻറ്റ്സ് ഉണ്ട്. അതിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് രണ്ട് കപ്പിൾസിനിടയിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, പ്രത്യേകിച്ച് മാരേജിലേക്ക് വരുമ്പോൾ അത് ലോങ് ടൈം ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ശരിക്കും റിലേഷൻഷിപ്പിനെ സക്സസ്ഫുൾ ആക്കുന്ന ദ ബിഗ് സീക്രട്ട് എന്ന് തന്നെ പറയാവുന്ന ഒരു കാര്യമാണത്. ബേസിക്കലി ഇറ്റ്സ് അബൌട്ട് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കണക്ഷൻ. എല്ലാ മനുഷ്യർക്കും ഈ ഒരു കണക്ഷൻ, നമ്മൾ ജനിക്കുന്ന മൊമെൻറ്റ് തൊട്ട് നമ്മൾ പ്രിയപ്പെട്ടവരുമായിട്ട് ഉള്ള ഒരു കണക്ഷൻ ഭയങ്കര മാറ്റേഴ്സാണ്. ഇപ്പോൾ കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആളുകളുമായിട്ട് ആ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര എഫേർട്ട് എടുക്കുന്നവരാണ്. ആ കണക്ഷൻ കട്ടായി എന്ന് തോന്നുന്ന മൊമെൻറ്റിലൊക്കെ നമ്മൾ പാനിക്കാവുകയും നമുക്കൊരു നമ്മുടെ എക്സിസ്റ്റൻസിന് തന്നെ ഒരു വിലയില്ലാത്ത പോലെ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബീങ്സ് എപ്പോഴും നമ്മുടെ ചുറ്റുമുള്ളവരുമായിട്ട്, പ്രിയപ്പെട്ടവരുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ കണക്ഷനെക്കുറിച്ചാണ്, ഈ കണക്ഷൻ മാരേജിൽ വരുമ്പോൾ ഇതെങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഗോട്ട്മാൻ്റെ നിരീക്ഷണത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ നമ്മുടെ പാർട്ട്ണറുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, അതിനെ ബിഡ് ഫോർ കണക്ഷൻ എന്ന് പറയാം. നമ്മൾ കണക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നു. അത് വെർബലി തന്നെ നമുക്ക് വെർബൽ ക്യൂസിൽ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നോൺ വെർബൽ ക്യൂസിൽ കൂടെ ആയിരിക്കാം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത്തരത്തിലുള്ള ബിഡ് ഫോർ കണക്ഷനോട് ഒരു പാർട്ട്ണറിന് 3 തരത്തിലാണ് പ്രതികരിക്കാൻ കഴിയുന്നത്. അതിൽ ആദ്യത്തേത് ടേണിംഗ് ടുവേർഡ്സ്, രണ്ടാമത്തേത് ടേണിംഗ് എവേ, മൂന്നാമത്തേത് ടേണിംഗ് എഗനിസ്റ്റ്. ഇനി ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഭർത്താവ് വൈകിട്ട് ജോലി കഴിഞ്ഞു വരുന്നു, അപ്പം ഭാര്യ വീട്ടിലുണ്ട്. അപ്പോൾ ആ സമയത്ത് ഭർത്താവ് പറയുകയാണ്, ഇന്ന് ഭയങ്കര ഹെക്ടിക് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു എന്ന് പറയുകയാണ്. ദാറ്റ് ഈസ് ആക്ച്വലി ഒരു ബിഡ് ഫോർ കണക്ഷനാണ്. പുള്ളിക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പാർട്ട്ണറിൻ്റെ അറ്റൻഷൻ വേണം, അന്നത്തെ ദിവസത്തെക്കുറിച്ച് ഭാര്യയോട് പറഞ്ഞാൽ കൊള്ളാം എന്ന് ചിലപ്പോൾ ആ സമയത്ത് താല്പര്യമുള്ളതുകൊണ്ടാണ്, ഒരു കണക്ഷൻ സീക്ക് ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള ഡയലോഗ്സ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, നമ്മൾ ആദ്യം പറഞ്ഞ ടേണിംഗ് ടുവേർഡ്സ്, അതിനോട് നമ്മൾ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുക. എന്താണ് പറയൂ എന്ന് പറഞ്ഞിട്ട് നമുക്കിരിക്കാം. ഇനി ആ സമയത്ത് നമ്മൾ നല്ല തിരക്കിലാണെങ്കിൽ, ആണോ ഞാൻ ദാ വരുന്നു കേട്ടോ, ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഏതെങ്കിലും തരത്തിൽ നമ്മൾ അദ്ദേഹം തരുന്ന ആ ഒരു ക്യൂവിനോട് നമ്മൾ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുക. അതിനാണ് നമ്മൾ ടേണിംഗ് ടുവേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ട്ണർ നമ്മുടെ അടുത്ത് വന്ന് ചിലപ്പോൾ വെറുതെ വന്നിരിക്കുക, നമ്മളിപ്പോൾ മൊബൈൽ നോക്കുന്ന സമയത്തോ ടി വി കാണുന്ന സമയത്തോ ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്തോ വൈഫ് ചിലപ്പം അടുത്ത് വന്നിരിക്കുക, എന്നിട്ട് ചിലപ്പോൾ ഒന്ന് ദീർഘനിശ്വാസം വിടുന്നു. അതൊരു നോൺ വെർബൽ ക്യൂ ആണ്. വിച്ച് മീൻസ് അവർ ചിലപ്പോൾ അത് കോൺഷ്യസ്ലിയോ അൺകോൺഷ്യസ്ലിയോ ചെയ്യുന്നൊരു കാര്യമായിരിക്കും. പക്ഷേ ആ സമയത്ത് അടുത്ത് വന്നിരുന്ന ആ ദീർഘനിശ്വാസം വിടുന്നത് ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളൊന്ന് മുഖം തിരിച്ചിട്ട് എന്താ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ക്യൂസിനോട് നമ്മൾ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ലോങ് ടൈം ഹെൽത്തി ആയിട്ട് പോകാനുള്ള സാധ്യത ഭയങ്കര ഹൈ ആണെന്നാണ് ഇദ്ദേഹത്തിൻ്റെ സ്റ്റഡീസിൽ പറയുന്നത്. ഇനി ടേണിംഗ് അവേ എന്ന് പറയുന്ന രണ്ടാമത്തെ കാര്യം, അതായത് നമ്മൾ ഈ ക്യൂ നമ്മൾ ചിലപ്പോൾ മിസ്സാവും, അല്ലെങ്കിൽ നമ്മൾ ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല, അതിനെയാണ് നമ്മൾ ടേണിംഗ് അവേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പാർട്ട്ണർ വന്നിട്ട് ചിലപ്പോൾ സംസാരിക്കുന്നത് ഒരു ചായയെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ മുറ്റത്തുള്ള ഫ്ലവറിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. നമുക്കത് കേട്ടിട്ട് വെറുതെ മൂളിക്കൊണ്ട് നമുക്ക് ഫോണിൽ സ്ക്രോൾ ചെയ്യാം,
കേൾക്കാത്ത പോലെ നമുക്ക് തിരിഞ്ഞ് നടന്നു പോവാം. ഇതൊക്കെ ഒരു ടേണിങ് അവേ ആണ്. നമുക്ക് ഒരു തരത്തിലും ഈ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യാൻ അവർക്കൊരു സ്കോപ്പ് കൊടുക്കാൻ താല്പര്യമില്ല. അപ്പം ഈ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യാതെ എപ്പോഴും ഇങ്ങനെ മുറിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ടേണിങ് അവേ എന്ന് പറയുന്നത് പാർട്ട്ണറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ, എനിക്ക് നിങ്ങളോടൊരു കോൺവെർസേഷന് താല്പര്യമുണ്ട് എന്നൊരു ഇനീഷ്യേറ്റീവ് എടുത്തു വരുന്നത്. ആ സമയത്ത് ടേൺ അവേ ചെയ്യുന്ന പാർട്ട്നേഴ്സാണ് ഉള്ളതെങ്കിൽ ലോങ് ടൈമിൽ ഇത് ആ റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഭയങ്കര ഹൈ ആണ്. സോ ദ ലാസ്റ്റ് വൺ, ടേണിങ് എഗനിസ്റ്റ് എന്ന് പറയുന്ന റിയാക്ഷൻ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പേര് പോലെ തന്നെ ഇതുപോലെ നമ്മുടെ പാർട്ട്ണർ ഒരു കണക്ഷന് വേണ്ടിയിട്ടൊരു ബിഡ് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിന്ന് വൈകിട്ടൊന്ന് പുറത്ത് പോയാലോ എന്ന് ചോദിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ചൊരു ഡ്രൈവ് പോവാം, അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഡിന്നർ കഴിച്ചാലോ, ലൈക്ക് എല്ലാം പുറത്തെ കാര്യം മാത്രമല്ല കേട്ടോ, വീട്ടിലാണെങ്കിലും നമുക്ക് ഇതുപോലെ എന്തെങ്കിലും നമുക്ക് ഒന്നിച്ച് സിനിമ കാണാം, അല്ലെങ്കിൽ ദാ ഈ ബുക്ക് ഉണ്ടല്ലോ ഇത് ആക്ച്വലി രസമുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും തരത്തിൽ നമ്മളൊരു കമ്മ്യൂണിക്കേഷന് ഇനീഷ്യേറ്റീവ് എടുക്കുന്ന സമയത്ത് പാർട്ട്ണർ ടോട്ടലി എഗനിസ്റ്റായിട്ട് സംസാരിക്കുക. അല്ലെങ്കിൽ നിനക്ക് എപ്പോൾ നോക്കിയാലും ഈ പുറത്ത് പോകുന്ന കാര്യം മാത്രമേ പറയാനുള്ളൂ, നിനക്ക് എൻ്റെ പ്രശ്നങ്ങളൊന്നും കേൾക്കാനുള്ള സമയമില്ല, ലൈക്ക് ഇങ്ങനെ അവർ ഇൻറ്റൻറ്റ് ചെയ്യാത്തൊരു കാര്യത്തിനെക്കുറിച്ച് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ഇതിന് എഗനിസ്റ്റായിട്ട് തിരിഞ്ഞു പോകുന്ന തരത്തിലുള്ള പ്രവണത, ഇത്തരത്തിലുള്ള ടെൻഡൻസിയാണ് ഈ റിലേഷൻഷിപ്പിൽ കൂടുതൽ എങ്കിൽ അത് കോൺഷ്യസ്ലിയും അൺകോൺഷ്യസ്ലിയും ഒക്കെ നിങ്ങളുടെ മാരേജിനെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ ഹൈ ആണ് എന്നാണ് ഗോട്ട്മാൻ്റെ ഈ സ്റ്റഡീസിൽ അവർ പറയുന്നത്. അപ്പോൾ അവരതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എടുത്തപ്പോൾ പോലും ഇതുപോലെ ടേൺ ടുവേർഡ്സ് ആ ഒരു പ്രോസസ്സ്, അത് എന്തെങ്കിലും പറയുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന, അറ്റൻഡ് ചെയ്യുന്ന, കമ്മ്യൂണിക്കേഷൻസിന് അതുപോലെ വാല്യൂ കൊടുക്കുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇവർ ഒരു നമ്പർ ഓഫ് ആൾക്കാരെ എടുത്തിട്ട് ഇത്തരത്തിലുള്ള സ്റ്റഡി നടത്തിയപ്പോൾ അതിനകത്തൊരു 86% ആളുകളും ഇത്തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളുടെ മാരേജ് സക്സസ്ഫുൾ ആയിട്ട് ലോങ് ടൈം പോയതായിട്ടാണ് അവരുടെ സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, സ്റ്റഡീസൊക്കെ മാറ്റി വെച്ചാലും ഈ പറഞ്ഞതിനകത്തൊരു പോയിന്റ് ഉണ്ടല്ലേ, നമുക്കൊരു കണക്റ്റ് വേണമെന്ന് തോന്നുന്ന സമയത്താണ് നമ്മുടെ പാർട്ട്ണറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അതൊരു കോൾ ആയിക്കോട്ടെ, മെസ്സേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു നോൺ വെർബൽ ക്യൂസ് ആയിക്കോട്ടെ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കണക്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. ചിലപ്പോൾ ആ സിറ്റുവേഷന് സ്യൂട്ടായിട്ടുള്ള കാര്യമൊന്നും ആയിക്കൊള്ളുന്നില്ല നമ്മൾ പറയുന്നത്, വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതൊരു ബിഡ് ഫോർ കണക്ഷൻ ആണോ എന്നുള്ളത് റിയലൈസ് ചെയ്യാനുള്ള ആ ഒരു സെൻസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വേണ്ടത്, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു സെൻസ് വേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു റിലേഷൻഷിപ്പിൽ. അപ്പോൾ അതിന് പോസിറ്റീവായിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആൻഡ് സ്ട്രോങ് ആയിട്ട് മുന്നിലേക്ക് പോകാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. അതിപ്പോൾ 10 വർഷം കഴിഞ്ഞാലും 12 വർഷം കഴിഞ്ഞാലും 20 വർഷം കഴിഞ്ഞാലും നമ്മുടെ പാർട്ട്ണർ ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ടേൺ ടുവേർഡ്സ് പോസിറ്റീവ്ലി. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. വിത്ത് അനദർ സബ്ജക്റ്റ് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.